യോഗത്തിൻ്റെ അധ്യക്ഷൻ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് അവർകളെ, ഈ ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന വിശിഷ്ടാതിഥിയായി ഇവിടെ സംബന്ധിക്കുന്ന പ്രമുഖ ചലച്ചിത്ര താരം ശ്രീ കുഞ്ചാക്കോ ബോബൻ അവർകളെ, ബഹുമാനപ്പെട്ട നമ്മുടെ MP ഡോക്ടർ ശശി തരൂർ, ബഹുമാനപ്പെട്ട മേയർ ശ്രീ VV രാജേഷ്, MLA മാർ, മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഒരു ദീർഘമായ പ്രസംഗത്തിനൂടെ പ്രസക്തിയില്ല. ഇത്തവണത്തെ ഓണാഘോഷം വളരെ ആവേശത്തോടുകൂടെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു പുതിയ ആവേശം ഇന്ന് ജനങ്ങളിൽ കാണുന്നുണ്ട്. ഇത്തവണ സർക്കാർ ജീവനക്കാരുടെ ബോണസ് ഉൾപ്പെടെ നേരത്തെ നൽകുകയും കേരളത്തിലെ ആശാ വർക്കർമാരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇത്തവണ നല്ല ആവേശമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 3 മാസക്കാലത്തെ പ്രവർത്തനങ്ങളിൽ തന്നെ ജനങ്ങൾ വളരെയധികം മതിപ്പ് പ്രകടിപ്പിക്കുകയും ഓരോ വകുപ്പിലും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഏതായാലും ഇത്തവണ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാം കേരള ജനത ഓണാഘോഷത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് വിളംബരം നൽകിക്കൊണ്ടാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിലെ ജനസമുദ്രം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വർഷവും വളരെ നേരത്തെ തന്നെ ഓണച്ചന്തകളും അതുപോലെ തന്നെ സപ്ലൈകോ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണച്ചന്തകളും കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി ചന്തകളെല്ലാം നേരത്തെ ആരംഭിക്കുകയും ജനങ്ങൾക്ക് ഓണത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നേരത്തെ സമാഹരിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ ഇലുമിനേഷൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടെ നഗരം മുഴുവൻ വർണ്ണപ്രഭയിൽ ഇന്ന് കുളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇത്തവണയും നമുക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാം. അതിന് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത്തവണ അധ്യക്ഷൻ ശ്രീ PC വിഷ്ണുനാഥ് പോലെ തന്നെ ഇത്തവണ തുടക്കം മുതൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകിക്കൊണ്ട് ഏത് വിവാദങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഇതിൻ്റെ ഉദ്ഘാടകനായ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുക. അതുപോലെ ഇന്ന് മുഖ്യാതിഥിയായി ഇവിടെ വന്നിട്ടുള്ള ശ്രീ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹം ഈ തിരക്കിനിടയിലും ഇതിനോട് സഹകരിച്ചതിന് അദ്ദേഹത്തിന് സർക്കാരിന് വേണ്ടി നന്ദി പറയാൻ കൂടെ ഈ യോഗം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഔപചാരികമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ MP ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം എല്ലാ ഓണക്കാലത്തും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. ഇത്തവണ വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ മേയർ ശ്രീ VV രാജേഷ് നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ MLA മാർ, ഈ ജില്ലയിലെ മിക്ക MLA മാരും ശ്രീ GR അനിൽ, ശ്രീ വിൻസെൻ്റ്, ശ്രീ ശക്തൻ, സ്റ്റീഫൻ, അതുപോലെ രമ്യ ഹരിദാസ്, സുധീഷ പാലോട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയദർശിനി ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ സുഹൃത്തുക്കളെ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.